വോട്ടർ പട്ടിക ക്രമക്കേടിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഗുരുതര ആരോപണവുമായി BJP ഇന്ന് രംഗത്ത് വന്നു. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്നാണ് BJPയുടെ ആരോപണം. വയനാട്ടിൽ കള്ളവോട്ട് നടന്നുവെന്ന് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. BJPയുടെ ആരോപണങ്ങൾ വയനാട്ടിൽ വിലപ്പോകില്ലെന്ന് T. സിദ്ദിഖ് MLA. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കാണ് BJPയുടെ മറുപടി. 1983 സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. എന്നാൽ 1980 വോട്ടർ പട്ടികയിൽ പേരെങ്ങനെ വന്നുവെന്നും തെളിവുകൾ പുറത്തുവിട്ട് BJP IT സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ ചോദിച്ചു. വയനാട് മണ്ഡലത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നായിരുന്നു BJP നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നു. 52 വോട്ടർമാർക്ക് ഒരേ മേൽവിലാസമാണെന്നും ആരോപണം. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं, 17,450 फेक एड्रेस के साथ हैं, 4,246 मिक्स्ड हाउस होल्ड है और 51,365 वोटर मास एडिशन में हुए. BJPയുടെ ആരോപണങ്ങൾ തള്ളി T. സിദ്ദിഖ് MLA. എല്ലാ അഭ്യാസവും BJP നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയും. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വോട്ട് ക്രമക്കേടിൽ കോൺഗ്രസ് പ്രചാരണ വീഡിയോ പുറത്തിറക്കി. ओ भैया जी कहाँ जा रहे हो? वोट डालने. क्या नाम है? गरीबदास. गरीबदास तो ही का नाम है और ये वोट डाल चुका है. घर जाओ. पर बेटा ये देखो. വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ വോട്ടുകൾ ചെയ്തു മടങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. 24 ഡൽഹി.